മഴ തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിന് കുറവില്ല. ജില്ലയിൽ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരാണ് കഴിയുന്നത്. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുകയാണ്. ജോയ്മോൻ, ഒരുപക്ഷെ ഈ മഴ ദുരന്തം ബാധിച്ച പല ജില്ലകളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കോട്ടയം. ഇപ്പോഴും അവിടെ മഴ തുടരുകയാണോ? നിലവിലെ അവസ്ഥ എന്താണ്? ലിൻഷ, ഈ മഴക്കെടുതികൾ രൂക്ഷമായ ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതായത് പാലാ നഗരം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട, കോട്ടയത്തിൽ തന്നെയായാലും ഈ പടിഞ്ഞാറൻ മേഖലകൾ, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഇല്ലിക്കൽ ഭാഗത്താണ്. ഈ ഇല്ലിക്കൽ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന പടിഞ്ഞാറൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ അതിരൂക്ഷമായിരുന്ന സ്ഥലം. കാരണം നമുക്കറിയാം, ഇവിടെ നിന്ന് ഏകദേശം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ബന്ധു വീട്ടുകളിലേക്കും അതോടൊപ്പം തന്നെ ക്യാമ്പുകളിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഇന്ന് ഇടവിട്ടുള്ള മഴയായിരുന്നു ഉച്ചവരെയെങ്കിൽ. ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് ഈ പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ കാഴ്ചയാണ്. കാരണം ഈ നിലയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ഥിതിക്ക് മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അല്ല മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകുകയും ഇവിടെ ഈ വെള്ളക്കെട്ടുകൾ കുറയും എന്നൊരു പ്രതീക്ഷ ആളുകൾക്കുണ്ട്. എന്തായാലും നിലവിൽ നിരവധി, അതായത് 8000-ഓളം ആളുകളാണ് കോട്ടയം ജില്ലയിൽ ഈ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളോടാണ്. ചേട്ടാ, ഇവിടെ എങ്ങനെയുണ്ട് വെള്ളക്കെട്ട്? അങ്ങോട്ടൊക്കെ രൂക്ഷമാണോ? എങ്ങനെയാണ്? ഇതിലൊക്കെ ഒത്തിരി കൂടുതലാണ് അങ്ങോട്ട് വെള്ളം. അകത്തേക്ക് ഭയങ്കര കൂടുതൽ ഒഴുക്ക് കണ്ടില്ലേ? ഒത്തിരി കൂടുതലാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നീന്തണം, വെള്ളത്തിൽ കൂടെ നീന്തണം. അതെ, സാധനം മേടിച്ചുകൊണ്ട് വരുന്ന വഴിയാണ്. കടകളൊന്നുമില്ലല്ലോ? ഇത് കടകളൊന്നുമില്ല, ഒന്നുമില്ല. ഇതിപ്പോ തിരുവാതൊക്കെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം പോയി. അങ്ങോട്ടേക്ക് ഈ ക്യാമ്പിലേക്ക് മാറി എല്ലാവരും ക്യാമ്പിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് മാറിയിരിക്കുക. കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്. ഒഴുക്കാ, ഭയങ്കര ഒഴുക്ക്. ഇതില്ല നടക്കാൻ. അവിടെ കുറവോ കാര്യങ്ങളോ കുറവ് വന്നിട്ടുണ്ട്. 1 അരയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ 2 ദിവസം എടുക്കും. അപ്പോൾ ഈ വെള്ളക്കെട്ട് തന്നെയാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച ചേട്ടൻ തന്നെ ആയാലും ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ 1 കിലോമീറ്ററോളം നീന്തണം അദ്ദേഹത്തിനുള്ള വീടുകളിലെത്താൻ. അപ്പോൾ അങ്ങോട്ടേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പ്രധാന റോഡാണ്. അതായത് കുമരകത്ത് നിന്ന് വരുന്ന വഴി, അതായത് തിരുവാർപ്പ് ഇല്ലിക്കൽ ഭാഗത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന റോഡിലാണ്. ഇപ്പോൾ റോഡിൽ നമുക്ക് മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളെങ്കിലും പക്ഷേ ആ അവസ്ഥയല്ല ഈ മറ്റ് സ്ഥലങ്ങൾ. അതായത് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഈ പടിഞ്ഞാറൻ മേഖലയിൽ തന്നെ ഈ കുമ്മനം, അതോടൊപ്പം തന്നെ താഴത്തങ്ങാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കാരണം അവിടെ ഒരാൾ പൊക്കം വരെ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിരവധി പേർ, അതായത് ഇപ്പോൾ തന്നെ ആയാലും ഈ കോട്ടയം പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ മുട്ടമ്പലം പഞ്ചായത്ത് അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലാണ്, അതുപോലെ നട്ടാശ്ശേരി അടക്കമുള്ള പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്നു എന്നതൊരു ആശ്വാസകരമായ കാര്യമാണെങ്കിൽ തന്നെയും പക്ഷേ ഈ വെള്ളം ഒക്കെ ഒഴുകിപ്പോകാനെടുക്കുന്ന താമസം വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ ദുരിതം ആളുകൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും മഴ മാറി നിന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ വെള്ളക്കെട്ട് ഒഴിയും. പക്ഷെ എന്നാലും ഈ മാലിന്യം, മണ്ണടക്കം എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നത് തന്നെയാണ് കോട്ടയത്തുള്ള ആശ്വാസം. വിവരങ്ങളാണ് ജോയ്മോൻ നൽകിയത്.